ഹലോ. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഈ ഒരു ഐറ്റം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്യൂട്ടി പ്രൊഡക്ട്സിനെയും റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പപ്പായ ഫേസ് മാസ്ക് ആൻഡ് സ്ക്രബാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പപ്പായയുടെ ഹെൽത്ത് ആൻഡ് സ്കിൻ കെയർ ബെനിഫിറ്റ്സ്. അപ്പോ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പപ്പായ വൈറ്റമിൻ സി റിച്ച. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് വൈറ്റമിൻ സി. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് വൈറ്റമിൻ സി പ്രോഡക്ട്സ് ഉണ്ട്, ലെസർ ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു നാച്ചുറൽ ഫോം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണ്ടേ? വൈറ്റമിൻ സിയിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. ഇതിൽ ആന്റി ഓക്സിഡൻസ് ആയ വൈറ്റമിൻ എ ഉണ്ട്. അതായത് നമ്മുടെ ഫേസിൽ വരുന്ന ഫൈൻ പിമ്പിൾസും ഫൈൻ ലൈൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇതിന്റെ അകത്ത് നാച്ചുറൽ എൻസൈംസ് ഉണ്ട്. നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്യാം. സ്ക്രബിന് വേണ്ടി ആക്ച്വലി ഞാൻ എടുത്തേക്കുന്നത് റൈസ് പൗഡർ ആണ്. റൈസ് പൗഡർ ഒരു 2 സ്പൂൺസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പപ്പായ മിക്സ് ചെയ്യാം. ഒരു 2-3 പപ്പായാസ് എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഹണി കൂടെ വെക്കാം. അപ്പൊ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡിയാണ്. സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മാസ്കും കൂടെ അപ്ലൈ ചെയ്യും. അപ്പൊ ഞാൻ ആക്ച്വലി ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യും. ഞാൻ എപ്പോഴും സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ. അതാകുമ്പോൾ നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്തുള്ള ഡേർട്ടൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെഡ് സ്കിൻ ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ സ്റ്റീം ചെയ്യാറുണ്ട് ഫേസ്. സ്റ്റീം ചെയ്തിട്ട് ഞാൻ സ്ക്രബ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പയ്യെ ഒരു സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഒരുപാട് റഷ് ഒന്നും ഇല്ലാതെ ടൈം എടുത്ത് നല്ല രീതിയിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഒരു 10 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് ആണ് മെയിൻ ഐറ്റം, നമ്മുടെ പപ്പായ ഫേസ് മാസ്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി എടുത്തേക്കുന്നത് ഓട്സ് പൗഡറാണ്. ഓട്സ് പൊടിച്ച് മിക്സിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇതും പപ്പായയും കൂടെ നമുക്ക് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാട്ടോ. ആക്ച്വലി പണ്ട് അമ്മ ഇങ്ങനെ പപ്പായൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് അമ്മ ഇങ്ങനെ പപ്പായ ഷേക്ക് ആക്കി തരും, പാലിട്ടിട്ട് അടിച്ച് ഷേക്ക് ആക്കി തരും. അപ്പൊ അത് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും എനിക്കത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ എന്നെപ്പോലെ മടിയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഷേക്ക് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഇതിന് ഹെൽത്തിലായാലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോ ഇത് നല്ല പേസ്റ്റ് ആയിട്ട് ഈ ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കേർഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നല്ല മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിത് ഗ്ലൂയി ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എനിക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഈ ഒരു മാസ്കും സ്ക്രബും അപ്ലൈ ചെയ്തിട്ട് പോകുന്നതാണ്. കാരണം തലേ ദിവസമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആയിട്ടോ നമ്മുടെ ഫേസിൽ തരുന്നത്. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് തരാം. ഓട്സ് ആക്ച്വലി നമ്മുടെ സ്കിന്നിനെ നല്ല നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫേസിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ ഓട്സ് പൗഡർ അതിനകത്ത് ഫേസ് വാഷ് ആയിട്ട് മോർണിംഗ് യൂസ് ചെയ്യല്. നിങ്ങളുടെ വീട്ടിൽ പപ്പായ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലി ഒരു 3 പ്രാവശ്യം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കി വന്ന കുറച്ച് ഞാൻ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മൾ ആക്ച്വലി കഴുകുമ്പോ നമ്മള് ജസ്റ്റ് ആദ്യം ഇങ്ങനെ വെറ്റ് ഇങ്ങനെ കൊടുക്കണം. ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു വേണം
കഴുകി. അപ്പൊ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയി. മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന സെറ്റപ്പല്ല മോയ്സ്ചറൈസർ ആണ്. ആക്ച്വലി തീർന്നു ഞാൻ ഉപയോഗിച്ച്. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.